ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബി വീട്ടിൽ ഇന്നലെ നടന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അതെന്താണെന്നല്ലേ, അടുക്കളയിലേക്ക് പാത്രം കഴുകാനുണ്ട് എന്ന് അനീഷ് വന്ന് ആദിലയോട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത്, താൻ പോടൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കോളാം. എപ്പോഴും ആദില അങ്ങനെയാണല്ലോ, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ പോടൂ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ കഴുകും എന്നൊക്കെയാണ് ആദിലയുടെ ഒരു വാദം. ഈ ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ജനങ്ങൾക്ക് വെറുപ്പ് കൂടുകയാണ്. ഒരിഷ്ടമായിരുന്നു എല്ലാവർക്കും ആദിലയോട്. അങ്ങനെ അനീഷിനോട് അത് പറഞ്ഞപ്പോൾ അങ്ങനെ അനീഷ് തിരിച്ചു പോവുകയാണ്. എന്നാൽ പിന്നെ ഞാൻ തന്നെ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് കിച്ചണിലേക്ക് പോകുന്നത്. ആ നിമിഷം ആദില ബാധ കയറിയ പോലെ ചാടി എഴുന്നേൽക്കുന്നു. അനീഷിൻ്റെ ബെഡിലെ പുതപ്പെല്ലാം വലിച്ചെറിയുന്നു, തലയിണ വലിച്ചെറിയുന്നു, അനീഷിൻ്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. അത് പെറുക്കിയെടുക്കാൻ നൂറ കൂടെ ചെല്ലുന്നുമുണ്ട്. അങ്ങനെ ആദില ദേഷ്യപ്പെട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ചവിട്ടിത്തുള്ളി പോവുകയാണ്. അങ്ങനെ കിച്ചണിലെത്തി അനീഷിനോട് അവിടെ വെച്ചിട്ടുള്ള ഒരു കുടത്തിൽ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം എടുത്ത് മറച്ച് കളഞ്ഞ് ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് കുടയുകയാണ് അനീഷിൻ്റെ. എല്ലാം സഹിച്ചുകൊണ്ട് അനീഷ് അങ്ങനെ നോക്കി നിന്നു. ആ സ്ഥലത്ത് അവിടെ വേറെ വല്ല ആളുകളാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ വഴക്ക് നടന്നിട്ടുണ്ടാവും. എന്നാൽ അനീഷ് ഒന്നും മിണ്ടിയില്ല. അനീഷ് അത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ അത്രത്തോളം അനീഷ് ക്ഷമിച്ചു നിന്നു. അവസാനം വേസ്റ്റ് വെള്ളം എടുത്ത് അനീഷിൻ്റെ മേലേക്ക് ഒഴിക്കുകയാണ് ആദില. എന്താവശ്യത്തിനാണ് ഈ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? ഇവളേക്ക് ആദ്യം അവിടുന്ന് അടിച്ച് പുറത്താക്കണം. ആ നൂറ നന്നായി കളിക്കുന്ന നൂറയെ പോലും ഇവളാണ് ബാക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇവളെ വിചാരം ഇതൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മെസ്സേജുകൾ. സത്യം പറയണ ബിഗ് ബോസ് കാണാൻ തന്നെ ഇഷ്ടമില്ലാതായി തുടങ്ങി. അനീഷ് നല്ലൊരു പ്ലെയറാണ്. അനീഷ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് അറിയുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ അനീഷിനെ തളർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഓരോരോ കളികൾ കളിക്കുന്നത്. എങ്ങനെയാലും അനീഷ് തളരില്ല. അനീഷിൻ്റെതായ ഒരു നിലപാടുണ്ട്. ഇത്രയും വേസ്റ്റ് വെള്ളം ഒഴിച്ച ഈ ആദില വൃത്തികെട്ട ഒരു പ്രവൃത്തിയല്ലേ അവിടെ ചെയ്തിട്ടുള്ളത്. ശരിക്കും നാഗവല്ലിയുടെ ബാധ കയറിയ ഒരു കളിയാണ് ആ ഒരു പെൺകുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ആഴ്ചക്ക് ഇവളൊക്കെ ഇറക്കി വിടുകയാണ് വേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇവരെ താങ്ങിക്കൊണ്ട് വെക്കുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. എന്താണ് നിങ്ങൾക്ക് ആദിലയോട് ഇഷ്ടമാണോ അതോ അനീഷിനെയാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. പക്ഷേ അനീഷിനോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് ലാലേട്ടൻ ചോദിക്കണം. പക്ഷേ പല എപ്പിസോഡുകളിലും പല കാര്യങ്ങൾ നടന്നിട്ടും ലാലേട്ടൻ അതൊക്കെ മൂടി വെച്ച് വേറെ രീതിക്കാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഇവർക്കാർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. ഓക്കേ.